ഇപ്പോൾ നമ്മൾ എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞൊരു ബേസിക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ ഒരു വരുന്ന ബേസിക് വെച്ച് നമ്മൾ അഡീഷനും ഡിഫറൻസും എല്ലാം എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കുക എന്നുള്ളതാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓർ പ്ലസ് ഓർ മൈനസ് ജി എന്ന് പറയുന്നത് ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി എക്സ് പ്ലസ് ഓർ മൈനസ് ഡി ജി ഡിവൈഡഡ് ബൈ ഡി എക്സ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു തന്നേക്കുന്ന ഒരു ക്വസ്റ്റിനകത്ത് ഡി ബൈ ഡി എക്സ് ഇപ്പോൾ പഠിച്ച എ എസ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം എന്ന് വെച്ചോ. ഇതിനെങ്ങനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കാം, ഇവിടെ ഓരോന്നിനെയും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം എ എവിടെ നിർത്തി ഓരോന്നും സെപ്പറേറ്റ് ചെയ്യിച്ച് ഡെറിവേറ്റീവ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എ എവിടെ നിർത്തി? ഈ എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x. കാരണം എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ് പഠിച്ചു വയ്ക്കണം, എപ്പോഴും ആവശ്യമുള്ളതാണ് 2x. അതായത് 2 ഇപ്പുറത്തേക്ക് പോയി ഈ എക്സിൻ്റെ പവർ ഒന്ന് കുറഞ്ഞു. എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു എക്സ് റൈസ് ടു n-1 ആണ്. അപ്പോൾ 2x വരും. ഇനി ബി എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ബി അവിടെ കോൺസ്റ്റൻ്റ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 ആണ്. അതാ എഴുതി. പ്ലസ് സി കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്നാ 0. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും മക്കളെ? 2ax പ്ലസ് ബി വരും. അപ്പോൾ ഇവിടെ ഇതുപോലെ വേരിയബിളിന് നമുക്ക് ഓരോന്നിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഡി ബൈ ഡി എക്സോ എക്സ് റൈസ് ടു 5 പ്ലസ് 3s സ്ക്വയർ പ്ലസ് 1 ആണെന്ന് വെച്ചോ ഈ ഫംഗ്ഷൻ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, എക്സ് റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് എന്നാ മക്കളെ? 5 ഇൻറ്റു എക്സ് റൈസ് ടു 4. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിന് മുമ്പുള്ള ബേസിക് V2 എന്ന് പറഞ്ഞ ആ വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ കാണണം കേട്ടോ, എന്നിട്ടേ ഈ പ്രോബ്ലം ചെയ്യാമുള്ളൂ. പ്ലസ് അത് ഓരോന്നും നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. 3 ഇൻറ്റു എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്നാ 2x, 1ൻ്റെ ഡെറിവേറ്റീവ് എന്നാ 0. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 5x റൈസ് ടു 4 പ്ലസ് 6x വരും. ഈക്വൽ ടു 0 നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്നാ നമ്മൾ പഠിച്ചത്? ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് റൈസ് ടു n-1 ആണ്. ദെൻ അനദർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ, ചിലപ്പോൾ സമയത്ത് നമുക്കിങ്ങനെ ഡിഫറൻഷ്യേറ്റ് എന്ന് പറഞ്ഞിങ്ങനെ തരും. ചില സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയാണ്, ഡിഫറൻഷ്യേറ്റ് എക്സ് റൈസ് ടു 5 പ്ലസ് 3s സ്ക്വയർ പ്ലസ് 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞു തരും. അപ്പം അങ്ങനെ തരുമ്പോൾ നമ്മൾ ഇതിനകത്ത് വേറെ എന്താണ് ഈ ക്വസ്റ്റ്യൻ തന്നേക്കണേന് നമ്മൾ y എന്ന് എടുക്കണം. y ഈക്വൽ ടു എക്സ് റൈസ് ടു 5 പ്ലസ് 3s സ്ക്വയർ പ്ലസ് 1 എന്നെടുക്കും. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷനെ നമ്മൾ y എന്ന് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഡെറിവേറ്റീവ് എന്താ? ഡി വൈ ബൈ ഡി എക്സ് വരും. എക്സ് റൈസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് എന്നാ? n ഇൻറ്റു എക്സ് റൈസ് ടു n-1. അപ്പോൾ ഈ 5 നേരെ ഇപ്പുറത്തേക്ക് വരും. 5 ഇൻറ്റു എക്സ് റൈസ് ടു ഒരു നമ്പർ കുറയും 4 വരും. 3 അവിടെ കോൺസ്റ്റൻ്റ് അവിടെ നിർത്തണം. ഒരു കോൺസ്റ്റൻറ്റും ഒരു വേരിയബിളും കൂടെ വന്നാൽ കോൺസ്റ്റൻറ്റിനെ അവിടെ നിർത്തണം. വേരിയബിളിൻ്റെ മാത്രം ഡെറിവേറ്റീവ് എടുക്കാൻ പോകും. അപ്പോൾ എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്നാ 2x വരും. 1 ഒരു കോൺസ്റ്റൻറ്റാണ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 5x റൈസ് ടു 4 പ്ലസ് 6x വരും നമ്മുടെ ആൻസർ ആവും. ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം. ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമ്മൾ നേരെ ഇങ്ങനെ നമുക്ക് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ ആയിരിക്കും, y ഈക്വൽ ടു ഇപ്പോൾ a ബൈ എക്സ് സ്ക്വയർ പ്ലസ് b ബൈ എക്സ് പ്ലസ് 1 ആണ് നമ്മൾക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ. ഇങ്ങനെ ഡിനോമിനേറ്റർ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അത് നേരെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ a ഇൻറ്റു എക്സ് റൈസ് ടു -2 ആവും പ്ലസ് b ഇൻറ്റു എക്സ് റൈസ് ടു -1 ആവും പ്ലസ് 1 അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ ഡിനോമിനേറ്ററിലാണ് ഒരു പോളിനോമിയൽ നമുക്ക് ഇങ്ങനെ തരണമെങ്കിൽ അവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ എ അവിടെ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഈ എക്സ് റൈസ് ടു -2 നേരെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോസിറ്റീവ് എന്തായി മാറും? നെഗറ്റീവായി മാറും. ഈ ബി അവിടെ കോൺസ്റ്റൻ്റാണ്. ഇതിന് നേരെ മുകളിലോട്ട് പോകുമ്പോൾ 1 ആണ്. ആ 1 നേരെ മുകളിലോട്ട് പോകുമ്പോൾ എന്താവും? -1 ആവും. ഈ പ്ലസ് 1ന് ഒരു മാറ്റവും ഇല്ല, അങ്ങനെ തന്നെ എഴുതണം. ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? അടുത്ത സ്റ്റെപ്പിൽ എഴുതും ഡി വൈ ബൈ ഡി എക്സ്. എ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഈ -2ൻ്റെ എന്ത് വരും? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. -2 ഇൻറ്റു എക്സ് റൈസ് ടു ഒരു പവർ കുറയുമ്പോൾ -3 വരും. പിന്നെ ബി അവിടെ കോൺസ്റ്റൻ്റ് ആണ്. എക്സ് റൈസ് ടു -1ൻ്റെ എന്ത് വരും? അപ്പം -1 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ -1 ഇൻറ്റു എക്സ് റൈസ് ടു -2 വരും. 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും നോക്കി? a ഇൻറ്റു -2 എക്സ് റൈസ് ടു -3 b ഇൻറ്റു -1 എക്സ് റൈസ് ടു -2 പ്ലസ് 0 കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഈ ഒരു ഫംഗ്ഷനകത്ത് ഡിനോമിനേറ്റർ തന്നാലും എന്ത് ചെയ്യണം? അതിനെ ന്യൂമറേറ്ററിലേക്ക് മാറ്റിയിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം നമ്മൾ. ഫോർ എക്സാമ്പിൾ നോക്കാം. y ഈക്വൽ ടു എക്സ് റൈസ് ടു 5 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 ആണെന്ന് വെച്ചാൽ ഇങ്ങനെ തരാം. ഇങ്ങനെ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഓരോന്നിനെ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യണം. അപ്പോൾ എക്സ് റൈസ് ടു 5ഉം പ്ലസ് 2 കൂടെ കൂട്ടുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 വരും. പ്ലസ് ഇതിനെ ഇതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 5 വരും.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റിന് പുറത്ത് ഇതുപോലെ വേരിയബിൾ തരാം ഇവിടെ. അങ്ങനെ ബ്രാക്കറ്റിന് പുറത്ത് വേരിയബിൾ വന്നാൽ അതിനകത്തേക്ക് പ്രോഡക്റ്റ് ചെയ്യണം. പ്രോഡക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, x⁻7 x⁵5 ആയി. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, dy/dx എന്ന് പറഞ്ഞാൽ x⁻7ൻ്റെ വീണ്ടും x⁻7 ഇൻറ്റു x⁻6 വരും. ഇതെന്ത് വരും, 5 ഇൻറ്റു x⁻, ഒരു നമ്പർ കുറഞ്ഞ് 4 വരും. അപ്പം നമ്മൾ ഡിവൈഡഡ് ബൈ വരാം, ഡിനോമിനേറ്റർ വരാം, ന്യൂമറേറ്റർ വരെ, ഇതെല്ലാം നമുക്ക് ഈ വേരിയബിൾ ഫംഗ്ഷൻ വരുന്നതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. y = x⁻5 ഇൻറ്റു s² പ്ലസ് 2x ആന്ന് വെച്ചോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഇതുകൊണ്ട് പ്രോഡക്റ്റ് ചെയ്യണം. അപ്പോൾ x⁻5 മൈനസ് 2 മൈനസ് 3 വരും, പ്ലസ് 2 അങ്ങനെ തന്നെ വരും. x⁻5ൻ്റെ പവർ 1 ആണ്. അപ്പം -5ഉം ഈ പ്ലസ് 1 കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും, x⁻4 വരും. ഇനി എന്നിട്ട് ചിലപ്പോൾ നമ്മൾ ഇത്ര എഴുതി വെച്ചിട്ടെങ്കിൽ വരും, ഡെറിവേറ്റീവ് എടുത്തു നോക്ക്. നമ്മൾ ഡെറിവേറ്റീവ് എടുത്തില്ല, അവിടെ മൾട്ടിപ്പിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും മക്കളെ, dy/dx എന്ന് പറഞ്ഞാൽ -3 ഇൻറ്റു x⁻, ഒരു നമ്പർ പറയുമ്പോൾ -4, 2 ഇൻറ്റു -4 ഇൻറ്റു x⁻, ഒരു നമ്പർ പറയുമ്പോൾ -5 വരും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിന് നമ്മൾക്ക് വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. x⁻4 -8 x⁻5 വരും. അപ്പോൾ നമ്മൾ നമ്പറുകളെ സെപ്പറേറ്റ് പ്രോഡക്റ്റ് ഒരെണ്ണം ഒറ്റ നമ്പറാണ് കിടക്കണമെങ്കിൽ അവിടെ പ്രോഡക്റ്റ് റൂളിൻ്റെ ആവശ്യമില്ല. അതിനെ അകത്തേക്ക് പ്രോഡക്റ്റ് ചെയ്ത് ഒരേ പോളിനോമിലാക്കുക, ഒരേപോലെ വരുന്ന ഡിഗ്രി വരുന്ന പോളിനോമിലാക്കിയിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം. മൂന്നാമത്തെ എക്സാമ്പിൾ y = x⁻1/2 എന്ന് വെച്ചോ, s² പ്ലസ് 1 ആണെന്ന് വെച്ചോ. അവിടെ നമ്മൾ എന്താ ചെയ്യണേ, ഇതിന് ഓരോന്നിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് വരും, x⁻1/2 പ്ലസ് 2 ആണ് ഇവിടെ വരുന്നത്. പ്ലസ് ഇവിടെ എന്നാ വരും, ഇവിടെ 1 ആണ്. അപ്പോൾ x⁻1/2 ഇതിന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പവറുകൾ തമ്മിൽ കൂട്ടാം. കാരണം നമുക്കറിയാം x⁻a ഇൻറ്റു x⁻b എന്ന് പറഞ്ഞാൽ എന്താ, x⁻a പ്ലസ് b ആണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടാം. അപ്പോൾ ആദ്യം ഇതിനെ ഇതും കൊണ്ട് പ്രോഡക്റ്റ് ചെയ്തു, പിന്നെ ഇതിനെ ഇതും കൊണ്ട് പ്രോഡക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ 1/2 പ്ലസ് 2 എഴുതി. അപ്പോൾ ഇതിനെ കൂട്ടി പറയുമ്പോൾ എന്ത് വരും മക്കളെ, ഈ 2 നേരെ ½ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന് നേരെ ഇങ്ങോട്ട് പ്രോഡക്റ്റ് ചെയ്തു. അപ്പോൾ 1 + 2 × 2 4 വരും, 4/2 വരും. അപ്പോൾ ആൻസർ ഈസ് 5/2 വരും. അപ്പോൾ ഇവിടെ x⁻5/2 വരും, പ്ലസ് ഇവിടെ x⁻1/2 വരും. ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കണം, dy/dx. അന്നേരമാണ് നമ്മൾ ഒരുപോലെ ഈ പവർ എല്ലാം ഒരുപോലെ ആക്കിയതിന് ശേഷം മാത്രമേ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 5/2 വരും. x⁻5 ന്ന് 2 കുറച്ച് എന്താ 3 വരും, 3/2 വരും. പ്ലസ് x⁻1/2 അങ്ങനെ തന്നെ വരും. ഇവിടെ നമ്മൾ x⁻, ഒരു പവർ കുറവ് 1/2 എന്ന് പറയുമ്പോൾ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ പവർ കുറയുമ്പോൾ 1 ന്ന് 2 കുറച്ച് -1 /2 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും നോക്കിയേ, ദാറ്റ് ഈസ് ഈക്വൽ 5/2 ഇൻറ്റു x⁻3/2 പ്ലസ് 1/2 ഇൻറ്റു x⁻−1/2 വരും. അപ്പം ഏതൊരു പ്രോബ്ലത്തിനകത്തും ഇതുപോലെ നമ്മൾ വേരിയബിൾ ഒറ്റയ്ക്ക് നിൽക്കണം, നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്ന് അകത്തേക്ക് പ്രോഡക്റ്റ് ചെയ്തിട്ട് വേണം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ. അടുത്ത നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം നമുക്ക്. y = x⁻1/2 ഇൻറ്റു s³ പ്ലസ് 1/s³ ആണെന്ന് വെച്ചാൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിനെ ഇതും കൊണ്ട് പ്രോഡക്റ്റ് ചെയ്തു. അപ്പോൾ x⁻1 വേണമെങ്കിൽ നമുക്ക് ഒന്നിങ്ങനെ എഴുതാം, 1/2 പ്ലസ് 3 പ്ലസ് x⁻1/2. ഇനി ഈ ഡിനോമിനേറ്ററിനെ ആ സ്റ്റെപ്പിൽ തന്നെ നേരെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താകും മക്കളെ, x⁻3 ആകും. കാരണം നമുക്കറിയാം 1/x⁻a എന്ന് പറഞ്ഞാൽ x⁻−a ആണ് അല്ലേ. അപ്പോൾ ഇതിന് നേരെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ x⁻−3 ആകും. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. x⁻2 ഇതിനെ നേരെ ഇങ്ങോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 6. അപ്പോൾ 1 പ്ലസ് അതൊക്കെ വേണമെങ്കിൽ നമ്മൾ സൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1 + 6 ഇതിന് നേരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 + 6/2 വരും. അപ്പോൾ 7/2 വരും. അതായത് 3 2 6 6 1 7 7/2 വരും. പ്ലസ് ഇവിടെ 1/2 - 3. അപ്പോൾ 1/2 - 3 എന്ന് പറയുമ്പോൾ 1/2 - 3 ഇത് നേരെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1 - 6/2 വരും. അപ്പം നമ്മുടെ ആൻസർ തന്നെ x⁻−5/2 വരും. അപ്പോൾ നമ്മുടെ dy/dx എന്താ വരും മക്കളെ. ഇനിയാണ് നമ്മൾ dy/dx എടുക്കാൻ പോകും. ഇവിടെ കൊണ്ടുപോയി നമ്മൾ വേഗം ഇത്ര എഴുതി വെച്ചിട്ട് ചിലപ്പോൾ dy/dx എടുക്കാൻ മറന്നു പോരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോലെ ഈ 7/2 എപ്പോഴും ഞാൻ പറയുന്നു, ഇതിനു മുമ്പുള്ള ബേസിക് വീഡിയോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ x⁻n ആ പ്രോബ്ലംസ് എല്ലാം നമ്മൾ പഠിക്കണം. എന്നിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്താൽ വളരെ സിമ്പിളാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാമെന്ന് മാത്രമല്ല, അതുകൊണ്ട് പഠിച്ചിട്ട് ഒരു പ്രയോജനവും നമ്മൾ കാൽക്കുലസിനകത്ത് ചെയ്യാൻ കിട്ടാനില്ല നമുക്ക്. അപ്പോൾ ഈ -5/2 വരും. -5 -2 കുറച്ച് എത്രയാണ്, -7/2 വരും.
അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? -5/2 എക്സ് റൈസ് ടു -7/2 വരും. ഇവിടെ നമ്മൾ വേരിയബിൾ ഫംഗ്ഷനകത്ത് എപ്പോഴും നമ്മൾ ബ്രാക്കറ്റിന് പുറത്ത് കിടന്നാൽ, ഇപ്പോൾ y ഈക്വൽ ടു എക്സ് റൈസ് ടു 7 ഇൻറ്റു എസ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1/x കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്ന വേരിയബിൾ കൊണ്ട് ഓരോ നമ്പറിനെയും പ്രോഡക്റ്റ് ചെയ്യണം. അങ്ങനെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കിയാൽ മക്കളെ? എക്സ് റൈസ് ടു 7 + 3 10 വരും. അടുത്ത് എക്സ് റൈസ് ടു ഇവിടെ 1 അപ്പോൾ എക്സ് റൈസ് ടു 8 വരും. പ്ലസ് ഇവിടെ എക്സ് റൈസ് ടു 7 ഇൻറ്റു 1/x ആണ്. അപ്പോൾ ഒരു എക്സും എക്സ് റൈസ് ടു 7ഉം വെട്ടിപ്പോയി കഴിഞ്ഞാൽ 6 വരും. അങ്ങനെ ചെയ്യാൻ നമുക്ക് ഈ ഡിനോമിനേറ്റർ കിടക്കുന്നതിന് നേരെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി സിംപ്ലിഫൈ ചെയ്യാം. രണ്ട് രീതി ചെയ്യാം. അപ്പോൾ ഇവിടെ എന്നാ വരും നോക്കിയാൽ? എക്സ് റൈസ് ടു 10 വരും, ഇവിടെ എക്സ് റൈസ് ടു 8 വരും, ഇവിടെ എക്സ് റൈസ് ടു 6 വരും. ഇനി നമുക്ക് നേരെ ഡയറക്റ്റ് ഫോമായി അല്ലേ? ഇനി നമ്മൾ സാധാ പോലെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ dy/dx എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റൈസ് ടു 10 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു എക്സ് റൈസ് ടു 9 ആവും. അടുത്ത് എക്സ് റൈസ് ടു 8 എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു എക്സ് റൈസ് ടു 7 ആവും. എക്സ് റൈസ് ടു 6 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു എക്സ് റൈസ് ടു 5 ആവും. അപ്പോൾ നമ്മൾ എന്താണ്? സാധാ പോലെ. കാരണം നമുക്കറിയാം എക്സ് റൈസ് ടു n എന്ന് പറഞ്ഞാൽ n ഇൻറ്റു എക്സ് റൈസ് ടു n-1 ആണ്. അപ്പോൾ ഈ 10 നേരെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും മക്കളെ? 10 ഇൻറ്റു എക്സ് റൈസ് ടു ഈ 10നേക്കാൾ ഒരു പവർ കുറയും, ഇപ്പോൾ 9 വരും. അതുപോലെ ഈ 8 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? 8 ഇൻറ്റു എക്സ് റൈസ് ടു 8നേക്കാൾ ഒരു നമ്പർ കുറയും, 7 വരും. ഇപ്പോൾ 6 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? എക്സിനേക്കാൾ ഒരു നമ്പർ കുറഞ്ഞ് എന്താവും? 5 ആവും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറച്ച് വർക്കൗട്ട് ചെയ്യാൻ തരുന്നുണ്ട്. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ് റൈസ് ടു 1/2 ഇൻറ്റു 1 + 1/x². അടുത്ത സെക്കൻഡ് വൺ y ഈക്വൽ ടു വേണമെങ്കിൽ കൊടുക്കാം നമുക്ക്. x² ഇൻറ്റു 1 + 1/s². അടുത്ത മൂന്നാമത്തെ y ഈക്വൽ ടു എക്സ് റൈസ് ടു -5 ഇൻറ്റു x + 2x + 1/2x. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം s² + 2x + 1/2x. അടുത്ത നാലാമത്തെ പ്രോബ്ലം y ഈക്വൽ ടു എക്സ് റൈസ് ടു -2 ഇൻറ്റു s² + 5s² s³ + 1. അപ്പോൾ ഈ ഒരു 4 പ്രോബ്ലം നിങ്ങൾ വർക്കൗട്ടായിട്ട് ചെയ്ത് നോക്കി ക്ലിയർ ആവണം കേട്ടോ. അപ്പോൾ നമ്മൾ ടൈപ്പ് 2 പ്രോബ്ലത്തിലാണ്, ഡിവിഷനാണ്. അപ്പോൾ നമുക്ക് തന്നേക്കണം നോക്കാം. y ഈക്വൽ ടു x² + എക്സ് റൈസ് ടു 5 ഡിവൈഡഡ് ബൈ എക്സ് ആണെന്ന് വെച്ചോ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനെ നമ്മൾ നേരെ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ക്വോഷ്യന്റ് റൂളിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഇത് s² ഡിവൈഡഡ് ബൈ എക്സ് ആവും, എക്സ് റൈസ് ടു 5 ഡിവൈഡഡ് ബൈ എക്സ് ആവും നമ്മുടെ വാല്യൂസ്. അപ്പോൾ ഒരു എക്സും s² വെട്ടിപ്പോഴുമ്പോൾ എക്സ് റൈസ് ടു 1 വരും, ഒരു എക്സും എക്സ് റൈസ് ടു 5 വെട്ടുമ്പോൾ എന്ത് വരും? എക്സ് റൈസ് ടു 4 വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് റൈസ് ടു 1 + എക്സ് റൈസ് ടു 4 വരും നമ്മുടെ y എന്ന് പറഞ്ഞാൽ. ഇതിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? dy/dx എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു എക്സ് റൈസ് ടു എക്സ് റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ എക്സാ, ആ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അങ്ങനെ തന്നെ എഴുതി. എക്സ് റൈസ് ടു 4ൻ്റെ എന്ത് വരും മക്കളെ? 4 ഇൻറ്റു s³ വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് 1 + 4s³ ആവും. അപ്പോൾ ഏതൊരു ഫംഗ്ഷനും ഡിവൈഡർ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ നമ്പറിനെയും ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ y ഈക്വൽ ടു ഇവിടെ നോക്കാം, a/s² ആണ് പ്ലസ് b/x റൈസ് ടു 4 ആണ് പ്ലസ് ചെയ്യാന്ന് വെച്ചു. ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ വേരിയബിൾ ആണ്, ഇവിടെ കിടക്കുന്ന ഒരു കോൺസ്റ്റൻ്റാണ്. അപ്പോൾ നേരെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് വരും? a ഇൻറ്റു ഇത് വരുമ്പോൾ എക്സ് റൈസ് ടു -2 വരും. ഇവിടെ b ഇൻറ്റു എക്സ് റൈസ് ടു -4 വരും. പ്ലസ് ഈ അങ്ങനെ തന്നെ എഴുതി. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു dy/dx എന്ന് പറഞ്ഞാൽ a അവിടെ നിർത്തി. എക്സ് റൈസ് ടു -2ൻ്റെ തന്നെ -2 ഇൻറ്റു എക്സ് റൈസ് ടു -3 വരും. കാരണം -2 ഇപ്പുറത്തേക്ക് എടുക്കും, ഈ -2നേക്കാൾ ഒരു പവർ കുറയും. അപ്പോൾ അടുത്ത് b അവിടെ നിർത്തി. ഇത് വരുമ്പോൾ എന്ത് വരും? -4 ഇൻറ്റു എക്സ് റൈസ് ടു ഒരു പവർ കുറയും, ദാറ്റ് ഈസ് ഈക്വൽ ടു -5 വരും. അപ്പോൾ നമ്മുടെ ആൻസർ -2a എക്സ് റൈസ് ടു -3 -4b എക്സ് റൈസ് ടു -b വരും. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി a/s² ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് എഴുതിയാൽ മതി. അതേസമയം ഇങ്ങനെയാണ് തരണമെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വീണ്ടും y ഈക്വൽ ടു എക്സ് റൈസ് ടു 2/2 + 1 + എക്സ് റൈസ് ടു 5 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 1/2 എന്ന് വെച്ചോ. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം നമുക്ക്. ഓരോന്നിനെ ഡിവൈഡ് ചെയ്യാം. ഇതിനെ എക്സ് റൈസ് ടു 1/2 ഒറ്റ നമ്പർ ആണെങ്കിൽ അതിന് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് അതിനെ ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെ വരും നോക്കി? s² ഡിവൈഡഡ് ബൈ
എക്സ് റേസ്റ്റ് 1/2 വരും, 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ്റ്റ് 1/2 വരും, എക്സ് റേസ്റ്റ് 5 ഡിവൈഡഡ് ബൈ എക്സ് റേസ്റ്റ് 1/2 വരും. അപ്പോൾ എന്താവും മക്കൾ, ഇത് നേരെ മുകളിലോട്ട് പോകുമ്പോൾ എക്സ് റേസ്റ്റ് 2 മൈനസ് ഹാഫ് ആവും. ഇത് മുകളിലോട്ട് പോകുമ്പോൾ എക്സ് റേസ്റ്റ് മൈനസ് ആവും. ഇത് മുകളിലോട്ട് പോകുമ്പോൾ 5 മൈനസ് ഹാഫ് ആവും. അപ്പോൾ നമ്മുടെ വാല്യൂസ് എല്ലാം ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഇത് ഈ 4 നിന്ന് കുറച്ചാൽ 3 3/2 വരും. ഇത് ഓൾറെഡി ഒരു കുഴപ്പമില്ല, എക്സ് റേസ്റ്റ് മൈനസ് 1/2 വരും. ഇത് വരുമ്പോൾ പ്ലസ് ഇത് ഇങ്ങോട്ട് നേരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ആവും. 10 മൈനസ് 1, അതായത് 5 × 2 10 മൈനസ് 1/2 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 9/2 വരും. ഇനി ഇതിനെ ഓരോന്നിനും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വരുമ്പോൾ 3/2 വരും. dy/dx എന്ന് പറഞ്ഞാൽ 3/2 വരും. എക്സ് റേസ്റ്റ് 3 നിന്ന് 2 കുറച്ചാൽ 1/2 വരും. പ്ലസ് ഈ മൈനസ് 1/2 നേരെ ഇപ്പുറത്തേക്ക് വരും. മൈനസ് 1 നിന്ന് 2 കുറച്ചാൽ മൈനസ് 3/2 വരും. പ്ലസ് ഈ 9/2 ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ എക്സ് റേസ്റ്റ് 9 നിന്ന് 2 കുറച്ചാൽ 7/2 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി? 3/2 × എക്സ് റേസ്റ്റ് 1/2 മൈനസ് 1/2 × എക്സ് റേസ്റ്റ് മൈനസ് 3/2 പ്ലസ് 9/2 × എക്സ് റേസ്റ്റ് 7/2 ആണ്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് വരുന്നൊരു പ്രോബ്ലം ആണെങ്കിൽ അതിന് നേരെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് ഓരോ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ക്ലിയർ ആയില്ലോ? അപ്പോൾ ഈ വീഡിയോയുമായി നെക്സ്റ്റ് ഡേ. താങ്ക് യു.